السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله مولانا العلي العظيم. قال النبي صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നന്മയുള്ള പ്രഭാതം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ നിമിഷവും പ്രപഞ്ചരക്ഷിതാവിന് വേണ്ടി ചെലവഴിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് എല്ലാം ദുനിയാവും ദുനിയാവിലെ സകലമാന സൗകര്യങ്ങളുമെല്ലാം ഉഖ്റവിയായ ലോകത്തേക്ക് ഉപകാരപ്പെടുത്താനും ഉഖ്റവിയായ ലോകത്തെ നന്മയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്താനുമാണ് നാം ഉപയോഗിക്കേണ്ടത്. ദുനിയാവെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇടം മാത്രമാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയവരാണ്. വിചാരണ ദിവസം എന്ന് പറയുന്നത്, ദുനിയാവിലെ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്ന ദിവസമെന്ന് പറയുന്നത് നാളെ പരലോകത്താണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ മാലിക് എന്ന് വിശുദ്ധ റബ്ബ് അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഭൂമി ലോകത്ത് സുഹൃതം ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കുമൊക്കെ സുഹൃതത്തിന്റെയും തിന്മകളുടെയും പ്രതിഫലം നൽകുന്ന ഇടം നാളെ പരലോകത്താണ്. നമ്മുടെ ഓരോ സഞ്ചാരങ്ങളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തികളുമൊക്കെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം പറയുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം ചിന്തിക്കുന്നതുമൊക്കെ വളരെ സൂക്ഷ്മമായിട്ടായിരിക്കണം. തന്റെ പരലോകത്തേക്ക് തനിക്ക് നഷ്ടം വരുന്ന ഒരു വാക്ക് പറയരുത്, ഒന്നും ചിന്തിക്കരുത്. പരലോക നഷ്ടമുണ്ടാക്കുന്ന പ്രവർത്തികളിലേക്ക് നാം കടന്നു പോകരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ പ്രധാനമായ വിഷയമാണ്. ഇന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇന്നസ്സമഅ വൽ ബസർ, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, വൽ ഫുആദ, നമ്മുടെ ഹൃദയം. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പ്രപഞ്ചരക്ഷിതാവിൽ നിന്ന് ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ശ്രവണപടങ്ങൾ കൊണ്ട് നമ്മൾ കേൾക്കേണ്ടത് നന്മയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഹറാമായ വിഷയങ്ങൾ നമ്മളാരും കേൾവിക്കാരാവരുത്. അള്ളാഹു നമുക്കെല്ലാം നന്മ മാത്രം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മാത്രം കേൾക്കുക, ദീൻ കേൾക്കുക, ഇൽമ് കേൾക്കുക, മറ്റു സുഹൃതങ്ങൾ കേൾക്കുക. അന്യന്റെ കുറ്റങ്ങളും കുറവുകളും കേൾക്കുന്ന പടച്ച തമ്പുരാന് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും മാറി നിൽക്കുക. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും ഹൃദയങ്ങളും നാളെ ചോദ്യം ചെയ്യപ്പെടും, മറുപടി പറയേണ്ടി വരും, തീർച്ചയാണ്. പ്രത്യേകിച്ച് തന്റെ സഹോദരന്റെ അഭിമാനത്തെ നമ്മൾ സൂക്ഷിക്കണം. തന്റെ സഹോദരന്റെ അഭിമാനത്തിന് ഒരിക്കലും ക്ഷതമേൽക്കരുത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്. ആ കാര്യം വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ചരിത്രപ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതും അതാണ്. അൽ മുസ്ലിമു, ഒരു മുസ്ലിമിന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒരു മുസ്ലിമിന് മറുമുസ്ലിമിന്റെ മേൽ അവന്റെ രക്തം ഹറാമാണ്, അവന്റെ മജ്ജ ഹറാമാണ്, അവന്റെ അഭിമാനം ഹറാമാണ്. പിച്ചു ചീന്താൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. തന്റെ സുഹൃത്തിന്റെ അപാകതകളും ന്യൂനതകളും മറച്ചു വെക്കാനല്ലേ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. തന്റെ സുഹൃത്തിന്റെ അപരാധങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒരാൾ ഭൂമിയിൽ മറച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അവന്റെ ധാരാളം കുറവുകളും കുറ്റങ്ങളും നമ്മൾ മറച്ചു വെക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അന്യന്റെ അഭിമാനം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കരങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെടട്ടെ. അതാണ് യഥാർത്ഥ മുസ്ലിം. 5 നേരം കൈകെട്ടിയിട്ട് നമ്മൾ പറയണ്ട് ഞാനൊരു മുസ്ലിമാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണെന്ന് 5 നേരവും നമ്മൾ പ്രതിജ്ഞ പുതുക്കുന്നുണ്ട്. പക്ഷെ ആ പ്രതിജ്ഞ എത്രത്തോളം സത്യമായി പുലരുന്നുണ്ട് എന്നാണ് ഞാനും നമ്മളും ഒക്കെ ചിന്തിക്കേണ്ടത്. ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മന്നൊരുത്തനാണ്. സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകളിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണം. മറ്റു മുസ്ലിമീങ്ങൾക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാവ്, നമ്മുടെ കരങ്ങൾ, അതുകൊണ്ട് പ്രപഞ്ചത്തിൽ അള്ള പടച്ച ഒരു മനുഷ്യനും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചെന്ന ജീവിതം, ഒരാളെയും പ്രയാസപ്പെടുത്താത്ത ജീവിതം. നാവ് വലിയ അപകടമാണ്. ജിറാഹത്തു സിഹാമി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. നാവ് കത്തി കൊണ്ടുണ്ടാക്കിയ മുറി അത് മാറാം, പക്ഷെ നാവ് കൊണ്ടുണ്ടാക്കിയ മുറി അത് വളരെ പ്രയാസമാണ്, വളരെ ഗൗരവമാണ്. ജിറാഹത്തു സിഹാമി ലഹൽ തിയാമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. കത്തി കൊണ്ടോ അമ്പുകൊണ്ടോ ഉണ്ടാക്കിയ മുറി ലഹൽ തിയാമു, അത് കൂടാൻ സാധ്യമാണ്, മാറാം. പക്ഷെ വലാ യൽതാമു മാ ജറഹൽ ലിസാനു, നാവ് കൊണ്ടുണ്ടാക്കിയ മുറി വളരെ അപകടമാണ്. അതുകൊണ്ട് നാവിനെ വളരെ കീപ്പ് ചെയ്ത് തന്റെ സുഹൃത്തിന്റെ, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന നിലക്കുള്ള ഒരു പ്രവൃത്തിയും ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവരുത്. മുസ്ലിമാണെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ ഇതിൽ നിന്നും അവന്റെ നാവിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടണ്ടേ. ഏതായാലും അത്തരത്തിലുള്ള ഒരു സ്വഭാവ വിശുദ്ധി നമുക്ക് വേണം. നിബിധങ്ങൾ പറഞ്ഞ 2 കാര്യം, എല്ലില്ലാത്ത 2 സാധനങ്ങൾ, അത് നിങ്ങൾ പരിപൂർണമായി നിയന്ത്രിക്കും എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം സ്വർഗം കൊണ്ടെന്ന് നബി പറഞ്ഞു. ഒന്ന് അവന്റെ ലൈംഗിക അവയവവും മറ്റൊന്ന് നാവും. ഇത് രണ്ടും പരിപൂർണമായി ഇസ്ലാമിക പൊരുത്തത്തിലായി നമ്മൾ ചെലവഴിക്കണം. എങ്കിലേ അള്ളാഹുവിന്റെ മോക്ഷം നമുക്ക് നൽകൂ. ഏതായാലും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെ ഓർത്ത് എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ആളുകളെയും പരിഹസിച്ചിട്ടും ഒക്കെ ധാരാളം വാർത്തകൾ കേൾക്കാം. പ്രത്യേകിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അയാൾ സമുദായത്തെ ഭിന്നിപ്പിച്ചു, വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെയാണെങ്കിൽ പോലും അപരാധങ്ങളായി വ്യക്തിപരമായ ആക്ഷേപങ്ങളും മറ്റുമൊക്കെ നമ്മൾ ഒഴിവാക്കുകയും നമ്മുടെ സംഘടനാപരമായി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആരോഗ്യപരമായ ചർച്ചകൾ ഇടപെടുന്നതിനപ്പുറം വ്യക്തികളെ ആക്ഷേപിച്ചും അവരുടെ മാന്യതയെ തള്ളിപ്പറഞ്ഞും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ച രക്ഷിതാവിന് പൊരുത്തല്ലാത്ത കാരണമാണ്. അതുകൊണ്ട് നാവും കൽബുമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുക. അള്ളാഹു അതിന് എനിക്കും നിങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.